നമസ്കാരം സർ. നമുക്കൊക്കെ അറിയാം രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നിരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല നമുക്ക് രണ്ട് ദേശീയ നേതാക്കളെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് നേതാക്കൾ ഇന്ന് നമുക്കുണ്ട്. ഒന്ന് സുരേഷ് ഗോപിയും ഒന്ന് രാജീവ് ചന്ദ്രശേഖറും. രണ്ടുപേരെയും നമുക്ക് വേണമെങ്കിൽ ഇരട്ട എഞ്ചിൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം. അങ്ങനെ ആ രീതിയിൽ കേരളത്തിൽ ബിജെപിയുടെ ഒരു വളർച്ചയ്ക്ക് അവർ വളരെയധികം പ്രയത്നിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ഒരു പ്രസ്താവനയോടുള്ള അങ്ങയുടെ ഒരു വിശദീകരണം അല്ലെങ്കിൽ വിശകലനം അതൊക്കെ എന്താണ്? നീതു പറഞ്ഞത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഇരട്ട എഞ്ചിൻ. കേരളത്തിലെ ബി നേതൃത്വം ഒരു ഇരട്ട എഞ്ചിനുള്ള സംഘടനയായി, പാർട്ടിയായി ഇപ്പോൾ ഇതാ മാറിയിരിക്കുന്നു. അതായത് കേരളത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളിൽ വളരെയേറെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ബി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കേരളത്തിന്റെ പ്രസക്തി. 72 വർഷമായി LDF UDF മാറി മാറി വരിക്കുകയും അവർ ഭരിക്കുകയും ചെയ്ത ഒരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക സംസ്ഥാനങ്ങളിൽ ഒന്നായി തകർന്നു വീണിരിക്കുകയാണ്. അത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കൊച്ചുകുട്ടികൾക്കും നല്ലപോലെ അറിയാം എന്താണ് കേരളത്തിന്റെ അവസ്ഥ എന്ന്. നമുക്ക് പുറത്തു പറയാൻ കഴിയില്ലാത്ത അത്ര മോശമായ വരുമാന മാർഗങ്ങളുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം. മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് നമ്മൾ ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ വരുമാന മാർഗം എന്താണ്, നിങ്ങളുടെ മുഖ്യമായിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ കർമ്മ മേഖല ഏതാണ് എന്ന് ചോദിച്ചാൽ അവരൊക്കെ പറയും കൃഷിയാണ്, വ്യവസായമാണ്, ബിസിനസ്സാണ്, ടൂറിസമാണ്, വിദ്യാഭ്യാസമാണ്, ഇങ്ങനെ പല കാര്യങ്ങളും പറയും. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റിനോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ മുഖ്യ വരുമാന മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് ഒന്ന് മദ്യം, രണ്ട് ചൂതുകളി, അതിന് ഇംഗ്ലീഷിലാണ് വിളിക്കുക ലോട്ടറി എന്ന് പറയും, മലയാളത്തിൽ പറഞ്ഞാൽ ചൂതുകളി. അപ്പൊ മദ്യപാനവും ചൂതുകളി. പിന്നെ കടം മേടിക്കുക, കാണുന്നവരോടെല്ലാം കടം മേടിക്കുക, മേടിക്കാവുന്നിടത്തോളം മേടിക്കുക, കടം മേടിച്ച പണം തിരിച്ചു കൊടുക്കാൻ വീണ്ടും കടം മേടിക്കുക, അതിന്റെ പലിശ കൊടുക്കാൻ വീണ്ടും കടം മേടിക്കുക. അങ്ങനെ ചെയ്യുന്നതിനോട് കൂടി പിന്നെയുള്ളത് പിടിച്ചു പറിക്കുക, റോഡിൽ പിടിച്ചു നിർത്തി ഫൈൻ അടയ്ക്കുന്ന പരിപാടി. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇത്ര ക്രൂരമായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ഇല്ല എന്ന് കാണാം. അതായത് ഒരു വ്യക്തിയാണ് ഇത് ചെയ്യുന്നതെന്ന് കരുതുക. ഒരു വ്യക്തി സ്ഥിരമായി മദ്യപാനം നടത്തുന്നു, സ്ഥിരമായി പിടിച്ചു പറിക്കുന്നു, സ്ഥിരമായി അദ്ദേഹം കടം മേടിക്കുന്നു, സ്ഥിരമായി ചൂത് കളിക്കുന്നു. ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ ഏറ്റവും നികൃഷ്ടനായ ഒരു വ്യക്തി എന്നാണ് കാണുന്നതെങ്കിൽ അതേ കാര്യം ഒരു സർക്കാർ ചെയ്യുമ്പോഴോ നമ്മൾ അങ്ങനെ വേണ്ടേ കാണാൻ? ഇതാണ് കേരളത്തിലെ ദുരവസ്ഥ. മാത്രമല്ല, നോക്കുകൂലി ഇപ്പോഴും തുടരുന്ന ലോകത്തെ ഒരേ ഒരു പ്രദേശം അത് കേരളമാണ്. ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു സംഗതി നോക്കുകൂലി ഇപ്പോഴും കേരളത്തിലുണ്ട്. ഇനി അതുമല്ല, ഇവിടെ വിദ്യാഭ്യാസമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും വ്യവസായമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും കൃഷിയാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും കൊടി കുത്തി അത് പൂട്ടിക്കുക എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്കുണ്ട്. അതുകൊണ്ട് ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന ഈ ഒരു സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ മാറ്റം അനിവാര്യമായ സമയത്താണ് ജീവിത വിജയം നേടിയ ഒരു ബിസിനസ്സുകാരൻ, ഒരു വ്യവസായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം കേരളത്തിലെ ബിജെപിയുടെ നേതൃത്വത്തിലേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് അവരോധിതനായിരിക്കുന്നത്. അതായത് ബിസിനസ്സും വ്യവസായവും ഒക്കെ പറഞ്ഞാൽ തെറ്റും പാപവും കുറ്റവുമാണ് എന്ന് കരുതുന്ന അന്ധവിശ്വാസം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിൽ. അതിവിടുത്തെ കോൺഗ്രസ്സുകാരും ബിജെപിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും എന്ന വ്യത്യാസമില്ലാതെ മൂലധന ശക്തികളും ബിസിനസ്സുകാരും വ്യവസായികളും പാപികളും തെറ്റുകാരും കല്ലെറിഞ്ഞ് ഓടിക്കേണ്ടവരും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വിധിക്കപ്പെട്ടവരുമാണ് എന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരുപക്ഷെ ലോകത്തെ ഒരേ ഒരു സ്ഥലമായിരിക്കും കേരളം. അവിടെയാണ് ബിജെപിയുടെ പുതിയ മുഖമായി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ വരുന്നത്. 18 വർഷക്കാലം അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു, 5 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ ബിസിനസ്സിലും വ്യവസായത്തിലും വിജയം വരിച്ച ടെക്നോക്രാറ്റ് കൂടിയായിട്ടുള്ള വ്യക്തി. അതായത് ചിപ്പൊക്കെ കണ്ടുപിടിക്കുന്ന കാലത്ത് ഇന്ത്യൻ കമ്പനി ഇദ്ദേഹം അടങ്ങുന്ന ടീമാണ് അത് കണ്ടുപിടിച്ചത് എന്ന് പറയുമ്പോൾ ആഗോളതലത്തിൽ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിന്റെ ഭാഗമായി നിൽക്കാൻ ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഉന്നതമായ വിദ്യാഭ്യാസം ലോകമെമ്പാടും നിന്ന് ലഭിക്കുകയും കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന് ഇന്ത്യയുടെ വികാസം എന്താണെന്ന് മനസ്സിലാക്കുകയും ബിസിനസ് മേഖലയില്, ഇൻഡസ്ട്രിയില്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയില് നിർണായകമായ പങ്ക് വഹിക്കുകയും അതിൽ വിജയിക്കുകയും അവസാനം രാജ്യസഭയിൽ 18 വർഷക്കാലം രാജ്യത്തെ സേവിക്കുകയും
നരേന്ദ്രമോദി ഗവൺമെന്റിൽ 5 വർഷക്കാലം IT മന്ത്രി ആയിരിക്കുകയും ഒക്കെ ചെയ്ത പരിണിതപ്രജ്ഞനായ ഒരു വ്യക്തിയെ ഇവിടെ ലഭിക്കുമ്പോൾ ഇവിടെ പൊരുതി കയറി വന്ന സുരേഷ് ഗോപിയും ഒപ്പമുണ്ട് എന്നുള്ളതാണ്. സിനിമയുടെ ഫീൽഡിൽ നിന്നാണ് അദ്ദേഹം വന്നത് എങ്കിൽ പോലും കേരളത്തിൽ മറ്റൊരു സിനിമക്കാരനും നാളിതുവരെ ലഭിക്കാത്ത സ്വീകാര്യത ജാതി, മത, രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി അദ്ദേഹം നേടിയെടുത്തു. അദ്ദേഹം പലതവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തപ്പോഴും തന്റെ പ്രതിജ്ഞാബദ്ധതയോടുകൂടി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, അവരുടെ കണ്ണീരൊപ്പുന്ന, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, വളരെ ചടുലമായി സിനിമയിലേതുപോലെ തന്നെ ജീവിതത്തിലും പ്രവർത്തിക്കുന്ന അങ്ങേയറ്റ ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഉദാര മനസ്കനായ, അതായത് സിനിമാ താരങ്ങളൊക്കെ സാധാരണ ആഘോഷത്തിമിർപ്പിൽ ആഡംബരത്തിൽ ജീവിക്കുമ്പോൾ ഇദ്ദേഹം സ്വന്തം മകൾക്ക് ഫീസ് അടയ്ക്കാൻ പണമില്ലാത്ത അവസ്ഥയിൽ പോലും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി താൻ സിനിമയിൽ അഭിനയിച്ചുണ്ടാക്കിയ പണം ദാനം ചെയ്യുന്ന സുരേഷ് ഗോപി. അങ്ങനെയൊക്കെയുള്ള ജീവിക്കുന്ന ആദർശ കഥാപാത്രങ്ങളായ 2 പേരെയാണ് കേരളത്തിന് ഇപ്പോൾ കേരള BJPക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീതു പറഞ്ഞത് വളരെ ശരിയാണ്. ഇരട്ട എഞ്ചിൻ നേതൃത്വത്തോടു കൂടിയായിരിക്കും ഇനി BJP ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ മുന്നോട്ട് വരിക. ക്രൈസ്തവ സമൂഹവും പുതിയ തലമുറയും വിദ്യാർത്ഥി സമൂഹവും യുവാക്കളും എല്ലാവരും ഇന്ന് BJP വലിയ പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. അതിന് കാരണമുണ്ട്. 72 വർഷക്കാലം മാറി മാറി ഭരിച്ച 2 മുന്നണികൾക്കും അതിലെ മുഴുവൻ പാർട്ടികൾക്കും ഒരു കാലത്ത് 8 കേന്ദ്രമന്ത്രിമാർ വരെ കേരളത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും കേരളത്തിലെ മഹാരഥന്മാരായിട്ടുള്ള പലവരും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ കേരളം തകർന്നു പോയി എങ്കിൽ ഇനി ഏക പ്രതീക്ഷയും പ്രത്യാശയും BJP ആണ് എന്ന മട്ടിലേക്ക് കേരളം ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ്. ആ എല്ലാ സാഹചര്യങ്ങളെയും ഭംഗിയായി നയിക്കാൻ കഴിയുന്ന, ജീവിത വിജയം നേടിയ ഒരു ബിസിനസ്സുകാരൻ, ഒരു വ്യവസായി, എന്നാൽ രാഷ്ട്രീയ രംഗത്ത് 18 വർഷത്തെ പാർലമെന്ററി പരിചയമുള്ള 5 വർഷം മന്ത്രിയായിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന മലയാളി കടന്നു വരുന്നത് തീർച്ചയായും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ ഒരു യുഗ പരിവർത്തനത്തിന്റെ തുടക്കമാണ് ഇത് എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. രാജീവ് ചന്ദ്രശേഖരനെ പൊതുവെ പറയാറുണ്ട് മലയാളി അല്ല എന്നൊക്കെ. അങ്ങനെയുള്ള ഒരു പുതുമുഖത്തെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതും ഒരു ചോദ്യമാണ്. മലയാളി അല്ലാത്ത എന്നുള്ളത് ശരിയല്ല. അദ്ദേഹം മലയാളം പറയുന്നുണ്ട്. കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണെങ്കിൽ പോലും മലയാളിയായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ആ മലയാളി അല്ലാത്ത എന്നുള്ളത് ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്. കാരണം മലയാളി അല്ലാത്ത രാഹുൽ ഗാന്ധിയെയും മലയാളി അല്ലാത്ത പ്രിയങ്ക ഗാന്ധിയെയും മലയാളികൾക്ക് കൊടുക്കാത്തത്ര വലിയ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കുന്ന മനഃശാസ്ത്രമുള്ള മലയാളത്തിൽ വരുമ്പോൾ ആ യോഗ്യത രാഹുൽ ഗാന്ധിയേക്കാൾ പ്രിയങ്ക ഗാന്ധിയേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിനുണ്ട്. ഇതുപോലെ തന്നെ ജന്മം കൊണ്ട് മലയാളിയാവുകയും പിന്നീട് വിദേശിയാവുകയും ചെയ്ത ശശി തരൂരിനെ മലയാളികളെ മാറ്റി നിർത്തി സ്വീകരിച്ച പാരമ്പര്യവും കേരളത്തിനുണ്ട്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ തീർച്ചയായിട്ടും ശശി തരൂരിനേക്കാൾ പ്രിയങ്ക ഗാന്ധിയേക്കാൾ രാഹുൽ ഗാന്ധിയേക്കാൾ വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടി ഇദ്ദേഹത്തിന്റെ ഉദ്യമം കേരളത്തിൽ വിജയിക്കാൻ മലയാളികൾ തയ്യാറായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറ യങ്സ്റ്റേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ എക്സിലുമൊക്കെ കളം നിറയുന്ന യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേഖലയിൽ നിന്ന് തന്നെ ഒരു ആളെ കിട്ടുന്നു എന്നുള്ളതും അവർക്കും ആവേശകരമാണ്. അപ്പോ ടെക്കികളുടെ രാജാവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം വരുന്നത്. പുതിയ തലമുറയുടെ പ്രതീക്ഷകളാണ് അദ്ദേഹം പൂവണിയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പറഞ്ഞതെല്ലാം അദ്ദേഹത്തിനൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇരട്ട എഞ്ചിനോടൊപ്പം ഇങ്ങനെ ഒരു പുതിയ മുദ്ര കൂടി അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാം. രാജീവ് ചന്ദ്രശേഖരന്റെ വരവിനെ എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. എനിവേ, താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.